ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ റിയൽ ലൈഫ് സ്റ്റോറിയിൽ ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലവും പഠനവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ സ്വന്തം സ്ഥാപനമായിട്ടുള്ള എൻ്റെ പിതാവ് അധ്യാപകൻ കൂടിയായിട്ടുള്ള നാസറുൽ ഇസ്ലാം മദ്രസയിൽ 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ ലഭിക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം നാട്ടിലെ സ്കൂളായിട്ടുള്ള റിപ്പൺ MES സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുകയും മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും ലാളനയും സ്നേഹവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ കാലഘട്ടം സ്വന്തം നാട്ടിലെ ഗ്രാമത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം കാരണം വിദ്യാഭ്യാസം ഒരു ചോദ്യചിഹ്നമായിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ 5ാം ക്ലാസ് മുതൽ ദാറുൽ ഫലാഹുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനത്തിൽ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും അങ്ങനെ 5ാം ക്ലാസ് മുതലുള്ള ഒരു പഠന കാലഘട്ടം കൽപ്പറ്റയിലെ ഹോസ്റ്റൽ ജീവിതമായിരുന്നു. ദാറുൽ ഫലാഹുൽ ഇസ്ലാമിയയിൽ നാടിൻ്റെ നാനാഭാഗത്തുമുള്ള മിക്ക ജില്ലയിലുമുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഉസ്താദുമാരെയും ഒക്കെ എനിക്ക് ലഭിച്ചു. അങ്ങനെ 5ാം ക്ലാസ് പഠനം കൽപ്പറ്റയിലെ ദാറുൽ ഫലാഹുൽ ഇസ്ലാമിയയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കൽപ്പറ്റ വെള്ളാരംകുന്ന് പ്രദേശത്ത് പെരുന്തട്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഗവൺമെൻറ് UP സ്കൂളിലായിരുന്നു 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പഠന കാലഘട്ടം. ശേഷം 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും കൽപ്പറ്റ ദാറുൽ ഫലാഹുൽ ഇസ്ലാമിയയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം 5 വർഷത്തെ ഹോസ്റ്റൽ ജീവിതത്തിനിടയിൽ 300-ലധികം വരുന്ന വ്യത്യസ്ത നാടുകളിലുള്ള ഒരുപാട് ജ്യേഷ്ഠന്മാരെയും അനുജന്മാരെയും നമുക്ക് ലഭിച്ചു. മാതാപിതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു സ്നേഹവും ദുഃഖവും അതിൻ്റെ നൊമ്പരവുമെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് ഹോസ്റ്റൽ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. അവിടെ നിന്നും ഒരുപാട് പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും പ്രശസ്തരെയും പ്രഗത്ഭരെയും നേരിട്ട് കാണുവാനും അവരോടൊക്കെ പരിചയപ്പെടുവാനും അവരുടെയൊക്കെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുമുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. അങ്ങനെ 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ട് കൽപ്പറ്റ പെണങ്ങോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് SSLC എക്സാം എഴുതിക്കൊണ്ട് 100% വിജയത്തിൽ ഒരാളായിക്കൊണ്ട് എനിക്കും എൻ്റെ സ്കൂൾ കാലഘട്ടം വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. 5 വർഷത്തെ ഹോസ്റ്റൽ ജീവിതത്തിന് ശേഷം സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം സഹോദരന്മാരോടൊപ്പം നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തുടർ പഠനത്തിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളൊന്നും അത്ര പുരോഗമിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എൻ്റെ സ്വന്തം ഗ്രാമത്തിലെ ഒരു STD ബൂത്തിൽ ചെറുതായിട്ട് ഒരു ജോലി ലഭിക്കുകയും ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് എൻ്റെ അന്നന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അതോടൊപ്പം തന്നെ ഞാൻ SSLC പഠനത്തിന് ശേഷം മേപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രോഗ്രസ് ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജിൽ അഫ്ദലുൽ ഉലമ എന്ന അറബിക് സിലബസ് തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുക്കുകയും 2 വർഷക്കാലം P1 P2 കാലഘട്ടം ആർട്സ് ആൻഡ് സ്പോർട്സ് കോളേജായിട്ടുള്ള പ്രോഗ്രസ് കോളേജിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. അവിടെയും നല്ല ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ചെലവുകളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിലുപരി ഒരു എക്സ്ട്രാ ഇൻകം, ഒരു വരുമാനം ലഭിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുദിച്ചപ്പോഴാണ് എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഒരു പൊതുവിതരണ കേന്ദ്രം, ഇന്ന് നമ്മൾ പറയുന്ന റേഷൻ കടയിൽ ഒരു സെയിൽസ്മാനായിട്ട് ഒരു ജോലി ലഭിച്ചു. അങ്ങനെ ആ ജോലിയും കൂടെ ഏറ്റെടുത്തുകൊണ്ട് പഠനവും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതിനിടയിൽ
കലാപരമായിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ അതിന് നിറം പകർന്നുകൊണ്ട് ആ സ്വപ്ന ലോകത്തേക്ക് വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റേഷൻ കടയിലെ ജോലിയും പഠനവും കായിക മേഖലയിലെ പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൽബം കാലഘട്ടം അങ്ങനെ കുതിച്ചുയർന്നുകൊണ്ട് കൊല്ലം ഷാഫിയും താജുദ്ദീൻ വടകരയും സലീം കോടത്തൂരും ഒരുപാട് മാപ്പിളപ്പാട്ടിൻ്റെ രാജകുമാരന്മാരോടൊപ്പം ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുവാനും അവരോടൊന്നിച്ച് വർക്ക് ചെയ്യുവാനൊക്കെ ഉള്ളൊരു അവസരം എന്നെ തേടിയെത്തുകയും ഞങ്ങളൊരു ടീം വർക്കായിക്കൊണ്ട് അത് ചെയ്യുകയും ഒരുപാട് ആൽബം വർക്കുകൾ ഓഡിയോ കാസറ്റായിട്ടും CD-കളായിട്ടും MP3 ആയിട്ടും വീഡിയോസായിട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ആ ഒരു കാലഘട്ടം വളരെ മനോഹരമായിരുന്നു. കാരണം എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങളും സ്വീകരണങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം നമുക്ക് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ കലാമേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ലഭിച്ചു. ടെക്നിക്കലായി റെക്കോർഡിംഗ് മേഖല ആയിക്കോട്ടെ, എഡിറ്റിംഗ് മേഖല ആയിക്കോട്ടെ, ഷൂട്ടിംഗ് മേഖല ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ആ മേഖലയിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടുവാനും ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പിന്നീട് ഒരുപാട് വർക്കുകളുമായി നമുക്ക് ആ മേഖലകളിൽ ആ സമയത്ത് തിളങ്ങി നിൽക്കുവാനും ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് സൽക്കാരങ്ങൾ നൽകുന്ന ഒരുപാട് അമ്മമാരെയും ഉമ്മമാരെയും സഹോദരന്മാരെയും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഓരോ പ്രാദേശിക കലാകൂട്ടായ്മകളുടെയും സാംസ്കാരിക ക്ലബ്ബുകളുടെയും അമ്പലത്തിൻ്റെയും ചർച്ചിലെയും ഒക്കെ ഉത്സവങ്ങളും ആഘോഷങ്ങൾക്കും ഒക്കെ നിറം പകരുന്നതിന് വേണ്ടി നമ്മളൊരു ടീം വർക്കായിക്കൊണ്ട് ഗാനമേള സ്റ്റേജുകളിലെല്ലാം തിളങ്ങി നിൽക്കാൻ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ആ ഒരു കാലഘട്ടത്തിൽ സാധിച്ചു. അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ, അനുഭവങ്ങൾ, പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ നല്ല സൗഹൃദങ്ങൾ പരമാവധി ഇന്നും കാത്ത് സൂക്ഷിക്കാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ 400-ൽ പരം ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചുകൊണ്ട് ഒരുപാട് ആൽബം ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും അഭിനയിക്കുകയും ഡയറക്ഷൻ ചെയ്യുകയും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ചെയ്യാൻ സാധിച്ചു. എന്നാൽ നമ്മുടെ അറിവില്ലായ്മയും ആ മേഖലയിലെ മുതലെടുപ്പുകളും ചീറ്റിങ്ങും കൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരുപാട് ഗാനങ്ങൾ, സോങ്ങുകൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഇന്ന് ആ ഗാനങ്ങളെല്ലാം പല പ്രഗത്ഭ മീഡിയകളും ചാനലുകളും അവരുടെ പേരിലാക്കിക്കൊണ്ട് കോപ്പിറൈറ്റ് അവകാശം വാങ്ങിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് കോടികളും ലക്ഷങ്ങളും ഇപ്പോഴും സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ ഖേദമില്ല. അതൊക്കെ നമുക്കൊരു പഠനമായിരുന്നു, ഒരു അനുഭവമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇതെങ്ങനെ ചെയ്യണം, എവിടുന്ന് ചെയ്യണം, എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടേതായിട്ട് മാറുവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു നഷ്ടങ്ങളിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും കായിക സാംസ്കാരിക മേഖലകളിൽ നമ്മുടേതായ ചില സംഭാവനകൾ അർപ്പിക്കുന്നതിനും ഒരുപാട് നല്ല ഗാനങ്ങൾക്ക് രചന നിർവഹിക്കുവാനും ചില വർക്കുകളുടെ ഒക്കെ ഭാഗമാകുവാനും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പഠന കാലഘട്ടം അവസാനിച്ചു. സ്വന്തം നാട്ടിലെ റേഷൻ കടയിൽ സെയിൽസ്മാൻ ആയിക്കൊണ്ട് 10-20 വർഷക്കാലത്തിൽ അധികമായി ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വന്തം ഗ്രാമത്തിൽ ഒരു ജോലി ലഭിക്കുക. അതോടൊപ്പം തന്നെ 1000-ൽ പരം കുടുംബങ്ങളുമായിട്ട് 10-20 വർഷമായിട്ട് നല്ല സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ആ കുടുംബങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് അവരുടെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. ഇന്ന് തൽക്കാലം വിട പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.